നല്ല പണിയിലാണ്. ഫാമിൽ മുളവെട്ട് തുടങ്ങിയിട്ടുണ്ട്. വെട്ടിയ മുളകളൊക്കെ നമ്മള് മോളിൽ കൊണ്ട് ഇതുപോലെ അട്ടിയിടുക. ഇതാ ഇവിടെയൊക്കെയാണ് നമ്മൾ മുളകൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. വെട്ടുന്നത് നമ്മൾ പീക്കിരി കേട്ടോ. പീക്കിരിയും അവന്റെ അച്ഛനും അപ്പേട്ടനൊക്കെയാണ് മുള വെട്ടാനായിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഈ കൂട്ടാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിവിടെ അട്ടിയിട്ടേ. ഇവിടെ കൊടുന്ന് ഇതുപോലെ നമ്മൾ വെട്ടിയ കഷ്ണങ്ങൾ അളവിന് മുറിച്ചാണ് അട്ടിയിടുന്നത്. നമ്മുടെ ഫാമിലെ മുളകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ നമ്മുടെ തോട്ടത്തിന്റെ ഇത് അങ്ങോട്ടാടാ പിടിച്ചു തരണോ. ഇതിപ്പോ പീക്കിലൊരു മുള വെട്ടിയതാണ്. രണ്ടാളുമാണ് ശരിക്കും ഇത് ആഞ്ഞാഞ്ഞെടുക്കണം. കണ്ടില്ലേ ഇതൊക്കെ നമ്മളിനി ആഞ്ഞിട്ട് വേണം വലിച്ചെടുക്കാനായിട്ട്. ഞാൻ മുളകളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ബാ ഇതൊക്കെ നമ്മളെ ഫാമിലായിട്ടുള്ള മുളകളാണ് കേട്ടോ. എവിടെയൊക്കെ കൂട്ടങ്ങളുണ്ട്. ഇവിടെ വെട്ടി പോലെ ഇതുപോലെ കുറച്ച് സമയം എടുത്ത് വേണം മുളകളൊക്കെ വെട്ടാൻ. പെട്ടെന്ന് വെട്ടിയെടുക്കാനില്ല. നമുക്ക് ആദ്യം ഇതുപോലെ ആഞ്ഞൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് മുളകളൊക്കെ വെട്ടിയെടുക്കുന്നത്. 3 ദിവസത്തോളായി നമ്മൾ മുളവെട്ട് തുടങ്ങിയിട്ട്. പപ്പേട്ടനും പീക്കിരിയും എന്നും വെട്ടും. ഞാൻ ഫാമിലെ പണികളുടെ ഗ്യാപ്പിൽ വന്നിട്ട് ഇവരെ സഹായിച്ചു കൊടുക്കല. ഇതുപോലെ ആഞ്ഞിട്ട് വേണം ഇനി ഇത് ഇറക്കാൻ. ഇതിപ്പോ നല്ല മൂപ്പ് ആയി കഴിഞ്ഞാൽ മുളകൾ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഇത് മൂപ്പ് കുറവുള്ളതാണ്. ഈ മഞ്ഞ ഒരു സൈസ് പച്ച കയറി വരും. കണ്ടില്ലേ ഇങ്ങനെ പച്ച കയറി വന്നാൽ നല്ല മൂപ്പുള്ള മുളകളാണ്. അപ്പോൾ ഇത് വലിക്കല്ലേ. ഇങ്ങനെയാണ് വലിച്ച് വലിച്ച് താഴേക്ക് ഇറക്കണം. നമ്മൾ അളവിന് വേണ്ടിയിട്ട് അളവിനുള്ള ഒരു എത്തുമ്പോൾ നമ്മള് മുറിച്ച് ഒഴിവാക്കുകയാണ്. എങ്ങോട്ടാ? അങ്ങോട്ടാക്കാം. ആ മാവ് ഇങ്ങോട്ട് മാറ്റിയാ പോരെ. കുറച്ച് പൊന്തിച്ച് അവിടെ ഇറക്കാം. കണ്ടില്ലേ പെട്ടെന്ന് വന്ന് വെട്ടിയെടുക്കാൻ പറ്റിയ സാധനമല്ല മുള. ഇതുതന്നെ വരുമ്പോ 3 ദിവസം കൊണ്ടാണ് ഇത്ര എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടെ വെട്ടിയെടുക്കാനുണ്ട്. ഒന്നുകൂടെ അങ്ങോട്ട് വരും. ഒന്നുകൂടെ അല്ല ഒന്നുകൂടെ ഒന്ന് അല്ലേ. ഇങ്ങനെ വേണം നമുക്ക് മുള താഴെ എത്തിക്കാനായിട്ട്. നല്ല മൂപ്പുള്ള മുള അല്ലേ. അല്ല ഒന്നുകൂടെ ഇവിടെ പിടിച്ചാൽ കിട്ടും. കിട്ടോ? അങ്ങനെ ആയിക്കോട്ടെ. ഇനി ആഞ്ഞെടുത്തേ. അപ്പൊ ഇവിടെ കണ്ടില്ലേ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ കൂട്ടങ്ങളൊക്കെ വെട്ടിയെടുക്കാനായിട്ട്. ഞങ്ങളുടെ സ്ഥലത്തിന്റെ സൈഡിലൂടെ ആയിട്ട് നട്ടിട്ടുള്ളത്. നമ്മുടെ സ്ഥലത്തിന്റെ ബൗണ്ടറി ഭാഗമാണ്. അതിന്റെ സൈഡിലൂടെ ആയിട്ടാണ് മുളക് നട്ടിട്ടുള്ളത്. ഇവിടെ നില ഇങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ ഇതിന് നേരെ താഴെ നമ്മൾ പുഴ കേട്ടോ. അപ്പം മുള മെയിനായിട്ട് ഞങ്ങൾ നട്ടിട്ടുള്ളത് സ്ഥലം ഇടിഞ്ഞു പോകാതൊക്കെയാണ്. താഴെ പുഴ കണ്ടില്ലേ. പുഴ കാണിച്ചു കൊടുക്കുക. അപ്പൊ പുഴയുടെ സൈഡിലായിട്ട് ഇടിച്ചിലൊന്നും വരാതെ നമ്മുടെ തോട്ടം സംരക്ഷിക്കാനൊക്കെ ആയിട്ടാണ് മുള നട്ടിട്ടുള്ളത്. പക്ഷെ അത് ഇതുപോലെ വെട്ടിയെടുക്കും വേണം. നമുക്ക് താഴേക്ക് പോയിട്ട് മുളകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. കണ്ടില്ലേ വെട്ടിയോ. ഇതിപ്പോ നമുക്ക് വേണ്ട അളവിൽ ഈ മുള മുറിച്ചിട്ടുണ്ട്. ഈ നായണ്ടേ നമ്മളിതാ ഇതുപോലുള്ള കമ്പുകളൊക്കെ ആഞ്ഞ് വൃത്തിയാക്കിയിടും. ആഞ്ഞുള്ളി ഞാൻ എടുത്തിട്ട് തരാം. നല്ല മൂപ്പുള്ള മുളകളാണ്. ഇപ്പൊ നമ്മൾ ആവശ്യക്കാരൊക്കെ ചോദിച്ചാൽ മുള അങ്ങനെ കൊടുക്കാറുണ്ട്. പല ആളുകൾക്ക് ഷെഡ് കെട്ടാനും വാഴയ്ക്ക് കുത്തു കൊടുക്കാനൊക്കെ മുളകൾ വാങ്ങിച്ചു പോകാറുണ്ട്. പിന്നെ അടുത്തുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെ വെറുതെ കൊടുക്കും. അധികം നമ്മൾ വിൽക്കലില്ല. പക്ഷെ കൂടുതലൊക്കെ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ അധികം വാഴക്കുത്തിനൊക്കെയാണ് ഇത് പോകാറുള്ളത്. കണ്ടില്ലേ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കും. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. മൂപ്പായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് മുളയ്ക്ക്. പീക്കിരി ഇവിടെ വെട്ടിയത് ആഞ്ഞെടുക്കുകയാണ്. നമ്മൾ വെട്ടി തള്ളുന്നതിന്റെ തലഭാഗം ഇങ്ങനെ കുടുങ്ങിക്കും. അതൊക്കെ ഇവിടെ വെട്ടി ഒഴിവാക്കണം. അതുപോലെ ആഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതാണ് ഇത് ഇവിടെ കണ്ടില്ല. ഇതൊക്കെ നമ്മൾ വെട്ടി തീർത്തതാണ്. നീ കണ്ടില്ല പുതിയ മുളകൾ ഉണ്ടാകുന്നുണ്ട്. അത്യാവശ്യം ഇങ്ങനെ തീർത്ത് കൊടുത്താൽ മാത്രമേ മുളകൾ പുതിയത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ 2-3 വർഷമായി നമ്മളിങ്ങനെ തീർത്ത് വെട്ടിയിട്ട്. ഞങ്ങളുടെ പടുതാക്കുളൊക്കെ നിൽക്കുന്നതിന്റെ സൈഡിലൂടെ ഒക്കെ നമ്മൾ മുള നട്ടിട്ടുണ്ട്. അതിന്റെ താഴേക്ക് പിന്നെ പുഴ ആയതുകൊണ്ടും ഈ സ്ഥലം ഒന്നും ഇടിയാതെക്കാനാണ് നമ്മൾ അങ്ങനെ മുള നട്ടിട്ടുള്ളത്. കണ്ടില്ലേ ഒക്കെ മുളയുടെ കൂട്ടാ. നമുക്കിനി പുഴയൊക്കെ ഇറങ്ങുന്ന വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോ വെട്ടിയിട്ടൊരു മുളയാണ്. ഇത് കണ്ട ഇത്ര മഞ്ഞയുള്ളത് മൂപ്പ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഈ സൈഡിലോട്ടുള്ള ഷെയ്ഡൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാനും ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ പടുതേക്കൊക്കെ കാറ്റിന് കുറെ മുളകൾ ഒടിഞ്ഞു വീണിരുന്നു. അപ്പൊ അങ്ങനെ ഒടിഞ്ഞു വരാതെക്കാനായിട്ട് ഈ സൈഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നൊക്കെ നമ്മൾ വെട്ടി ഒഴിവാക്കുന്നുണ്ട്. എന്നാൽ ഇത് നമുക്കൊരു കാലിന്റെ അളവിന് തന്നെയാണ്. വേണ്ട ഇതുപോലെ വെട്ടിയെടുത്ത് കണ്ടില്ലേ. പക്ഷെ കാലിന്റെ അളവിന് തന്നെയാണ്. വേസ്റ്റ് ആക്കുന്നൊന്നുമില്ല. ഇതൊക്കെ കുറച്ചു കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ചുരുങ്ങി പോകും. ഇതൊക്കെ മൂപ്പാത്തുണ്ട്. ഇതൊക്കെ നല്ല മൂപ്പായ മുളകളാണ്. ഇപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ് തന്നെ. ഇപ്പൊ നമുക്കൊരു വാഴക്കുത്തിനൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോ ഒരു 17 അടി 18 അടിക്ക് ഇത് മുറിക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാർക്ക് പല രീതിയും കൊണ്ടുപോവാം. നമ്മളെ ഇതിനൊക്കെ ഇപ്പൊ പോകുന്നത് കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ആളുകൾ കുത്തുകൊടുക്കാനൊക്കെ മുള ഉപയോഗിക്കുന്നത്. അപ്പൊ ഞങ്ങൾ 18 അടിക്ക് ഇത് മുറിച്ചിടുന്നുണ്ട്. അപ്പൊ ആവശ്യം അനുസരിച്ച് അവർക്ക് ചെറുതാക്കാൻ കൂടുതൽ ഒരു 18 അടി മാക്സിമം ആക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ പുഴയൊക്കെ പോവാം.
ഇതിപ്പോ വെട്ടിയിട്ട് മുളകളൊക്കെ ഇതുവരെ കണ്ടില്ല. 2 പണിയുണ്ട്. വെട്ടിയതിനു ശേഷം ഇതുപോലെ ഇത് ആഞ്ഞ് ഒഴിവാക്കണം. ഇതൊക്കെ നമ്മൾ ആഞ്ഞിട്ടതാണ്. പീക്കിരി ഇവിടെ ആഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. പീക്കിരി നല്ല സെറ്റപ്പായിട്ട് ആയിണ്ട്. ഇനി ഇവര് വെട്ടിയതൊക്കെ ഒന്ന് കാണിച്ചു തരാം താഴേക്ക് പോയിട്ട്. ഈ ഒരു കൂട്ടം കഴിഞ്ഞ മഴ തുടങ്ങുന്നതിന് മുന്നായിട്ട് വാഴക്കുത്തിന് വേണ്ടി നമ്മൾ വിറ്റിരുന്നു. ഈ 2 കൂട്ടത്തിൽ നിന്ന് ആളുകൾ മുറിച്ചിരുന്നു. അപ്പൊ എല്ലാവരും എളുപ്പം നോക്കിയിട്ട് മുറിക്കുന്നതുകൊണ്ട് ഈ തുടക്കത്തിൽ തന്നെ വെട്ടിപ്പോയി. താഴെയുള്ളത് നല്ല മൂത്ത് അവിടെ നിർത്തിയിരുന്നു. അത് കുറച്ച് റിസ്ക് ആണ്. അപ്പൊ നമ്മൾ അതാണ് ഇപ്പൊ ഇന്ന് കൂടുതലായിട്ട് വെട്ടിയിട്ടുള്ളത്. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഈ താഴത്തെ തന്നെ ആയിരുന്നു വെട്ട്. ഇന്നാണ് മുകളിലോട്ട് കയറിയത്. താഴെ ഇനിയിപ്പോ പുഴയ്ക്ക് ചാഞ്ഞ് നിൽക്കുന്ന മാത്രം ഇതുപോലെ നിർത്തിയിട്ടുള്ളൂ. അത് കുറച്ച് റിസ്ക് ആണ്. കണ്ടില്ലേ, അങ്ങോട്ട് ചെരിഞ്ഞത് താഴത്തെ തന്നെ പുഴയാണ്. അപ്പൊ അങ്ങോട്ട് ചെരിഞ്ഞത് മാത്രം നിർത്തിയിട്ടുള്ളൂ. ബാക്കി ഒരുവിധം മുളകളൊക്കെ ഇവിടുന്ന് വെട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല മൂപ്പായ മുളകളാണ്. കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഇത് വന്ന ആവശ്യക്കാരൊക്കെ എളുപ്പത്തിന് മുകളിൽ നിന്ന് വെട്ടിയിട്ട് ഇത് വെട്ടാതെ ഇട്ടതായിരുന്നു. കണ്ടില്ലേ, ഇതിന് കുറച്ചുകൂടെ നമുക്ക് വെട്ടിയെടുക്കാണ്ട്. ഈ വെട്ടിയ മുളകൾ അങ്ങനെ നല്ല സൂപ്പർ മുളകളാണ്. ഇതുപോലെ ഇരിക്കും നല്ല മൂപ്പായതുകൊണ്ട്. ഇത് നമ്മളെ കടവാണ്. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ സ്ഥലങ്ങൾ കാണാം. ഇവിടുന്നൊക്കെ നമ്മളെ പുഴ നിൽക്കുന്നില്ലേ, ഇത് നമ്മളെ കടവ്. ഇതിനോട് ചേർന്ന് തന്നെ പുഴ എത്ര അടുത്താണ്. അപ്പൊ പുഴയുടെ ഈ ഒഴുക്കിന്റെ കുത്തൊക്കെ വരുന്നത് നമ്മൾ ഈ തോട്ടത്തിലേക്ക് ഇങ്ങനെ കയറി വരുന്നതൊക്കെ തടയാനാണ് ഇതുപോലെ ഓടയും മുളയൊക്കെ ഞങ്ങൾ നട്ടു കൊടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപകാരമുണ്ട്. സ്ഥലം ഇടിയുന്നതിനൊക്കെ ഭയങ്കര പ്രയോജനപ്പെടുന്നുണ്ട്. വീഴാൻ പോകുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. വെട്ടുന്ന കൂട്ടങ്ങൾ ഇതുപോലെ തീർത്ത് വെട്ടും എന്നാ കണ്ടില്ലേ. ഇതിലൊക്കെ പുതിയ മുളകൾ വരുന്നുണ്ട്. ഇതൊക്കെ പുതിയ മുള ഉണ്ടായി വരുന്നതാണ്. പിന്നെ നിർത്തിയതിന് കണ്ടില്ലേ, നല്ല ഇളം മുളകളാണ്. ഇതൊക്കെ ഇനി പെട്ടെന്ന് തന്നെ ഒരു 2-3 മാസം കൊണ്ട് തന്നെ ഇവിടെയൊക്കെ പുതിയ മുളകൾ വീണ്ടും ഫില്ലാവും. അപ്പൊ അത് അങ്ങോട്ട് കാണിച്ചു തരാം. ഈ ഒരു കൂട്ടത്തിൽ ഇനി നമുക്ക് കുറച്ചുകൂടെ വെട്ടിയെടുക്കാനുള്ള നല്ല മൂപ്പായതുണ്ട്. അതിൽ ഇളയതുണ്ട്. അപ്പൊ ഭയങ്കര കണ്ടില്ലേ, ലോക്ക് കൊടുക്കും മുളകൾ. കണ്ടില്ലേ, ഇതൊക്കെ നല്ല ലോക്കായി നിൽക്കുന്നതാണ്. അപ്പം കുറച്ച് സമയം എടുത്ത് വെട്ടണത്. ഇത് ആദ്യം ആഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ കുടുക്കുകളൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് മാത്രമേ ഇത് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല മൂപ്പുള്ള മുളകൾ കൂടുതലുള്ളത് ഈ ഒരു കൂട്ടത്തിലാണ്. കുറച്ച് റിസ്ക് ആണ്. താഴെ പുഴയാണ്. അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും തീർത്ത് വെട്ടിക്കൊടുത്താലേ അതുപോലെ റെഡി ആക്കിയിട്ടുള്ളൂ. അപ്പം അവർ അവിടുത്തെ വെട്ടി കഴിഞ്ഞിട്ട് വീണ്ടും ഇനി ഇങ്ങോട്ട് തന്നെ വരും. മുള കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് ഈ ഒരു സ്ഥലമൊക്കെ കണ്ടില്ലേ, ഇതിപ്പോ നമ്മൾ മുള വെട്ടിയിട്ടാണ്. ഇതൊക്കെ ഇവിടുന്ന് മാറ്റും. ഇവിടെയൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ട് കുറച്ചായി, ഒരു 4-5 വർഷമായി ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ട്. മുള ഇവിടെ നിറഞ്ഞതിന് ശേഷം ഭയങ്കര ഷെയ്ഡായിരുന്നു. അപ്പൊ ഒന്നും ഇവിടെ നട്ടുണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ഷെയ്ഡൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെയൊക്കെ ചെത്തിയിട്ട് നമ്മൾ പശുവിനുള്ള പുൽകൃഷി ചെയ്യണം. പുൽകൃഷി നല്ല ഉണ്ടാവും. അതുപോലെ ചെരുവിലാണ് നല്ല പുല്ലുണ്ടാവും. മുകളിലൊക്കെ നമ്മൾ കുറച്ച് പുല്ല് നട്ടിരുന്നു. നമുക്ക് മുള വെട്ടിയിട്ട് ഇപ്പം ഇങ്ങനെ ഇതായി നാശമായി പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇവിടെ നമ്മൾ ചെത്തിയിട്ട് ഇനി അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും. ഇവിടെയൊക്കെ ചെത്തി നല്ല ബെഡുകൾ എടുക്കാൻ പറ്റും. ചെരിച്ച ബെഡുകൾ എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതിന്റെ മുകൾ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ ചെണ്ടുമല്ലി നട്ടിട്ടുള്ളത്. ഇതിലേക്കൊക്കെ ഷെയ്ഡ് കൂടി കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വളർച്ചയെ ബാധിക്കും. ഇവിടെ നമ്മൾ ഇത് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ നടാനുള്ളതാ. അപ്പൊ ഈ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. കണ്ടില്ലേ, അത്രയും ഇപ്പൊ ഷെയ്ഡ് ഒഴിവായി. ഇനി അതും കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല സൂര്യപ്രകാശം കിട്ടും. അതുകൊണ്ട് പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഉണ്ടായി കിട്ടും. അപ്പോഴത്തേക്ക് നമ്മൾ ചെണ്ടുമല്ലിയൊക്കെ ഏകദേശം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തിവിടെ പച്ചക്കറിയാണ് നടുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മളെ തോട്ടത്തിന്റെ മുകൾ ഭാഗത്താണ്. അതാണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇവിടെ, നല്ല കാഴ്ച കണ്ടില്ലേ. നമ്മളെ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ പ്ലോട്ടാണ്. താഴേക്കുള്ള നമ്മളെ സ്ഥലത്തിൽ ഇങ്ങനെ കുറച്ച് ഇറക്കാണ്. അവിടെ നിന്ന് ഇടിച്ചിൽ വരാതൊക്കെയാണ് ഇതുപോലെ മുളയും ഓടയൊക്കെ നട്ടു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ സ്ഥലം വരെ നമ്മൾ മുള നട്ടിട്ടുണ്ട്. അങ്ങോട്ട് കാണിക്കും. അങ്ങനെ നമ്മൾ മുള നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കടവിലൊക്കെ ഇറങ്ങുന്ന അങ്ങനെ താഴേക്കാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മുടെ സ്ഥലം ഉള്ളത്. അതിന്റെ താഴ്ഭാഗത്ത് വരുന്ന സ്ഥലങ്ങൾ ഇടിയാതിരിക്കാനാണ് ഞങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. പുഴ ഇങ്ങനെ വരുമ്പം അതിന്റെ ഒഴുക്ക് വരുന്നത് നേരെ നമ്മളെ സ്ഥലത്തിലോട്ടാണ് ആ ഒഴുക്കിന്റെ കുത്തു വരുന്നത്. അപ്പം മണ്ണിടിച്ചിലൊക്കെ വരും. പക്ഷെ നമ്മൾ ഈ മുള നട്ടതിന് ശേഷം ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ മുളകൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഞാൻ പറയില്ല, ഒരു 3 വർഷത്തോളമായി ഇങ്ങനെ തീർത്ത് മുള വെട്ടിയിട്ട്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ കുറച്ചുണ്ടായിരുന്നു. നല്ല ഷെയ്ഡ് വന്നിട്ട് നമുക്ക് ഇവിടെ പച്ചക്കറി കൃഷിയോ മറ്റു കൃഷികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള, നമ്മളെ ഫാമിലേക്ക് ആവശ്യമുള്ള മുളകൾ മാത്രം വെട്ടിയെടുത്ത് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അവിടെ കിടന്നുപോയി. പിന്നെ ആവശ്യക്കാർ വരുമ്പോൾ എളുപ്പത്തിന് സൗകര്യം നോക്കി മുകൾ ഭാഗത്ത് നിന്ന് വെട്ടിപ്പോയി. അങ്ങനെ ഇവിടെ ഇങ്ങനെ അടഞ്ഞു പോയതായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം 2-3 ദിവസം കൊണ്ടേ നമ്മൾ മുളയുടെ വെട്ട് പൂർണ്ണമായിട്ട് തീരുള്ളൂ. പിന്നെ ഇതൊന്നും ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയാം, ഇതൊന്നും നമ്മൾ ഫോറസ്റ്റിന്റെ മുളകളൊന്നല്ല കേട്ടോ. അങ്ങനെയല്ല, ഇതൊക്കെ ഞങ്ങൾ നട്ട മുളകളാണ്. ഞങ്ങളെ സ്ഥലത്ത് തന്നെയാണ് ഈ മുള. ഇതിന്റെ അതിരൊക്കെ കിടക്കുന്ന ഞങ്ങളുടെ സ്ഥലം തന്നെയാണ്. അല്ലാതെ നമ്മൾ പുറത്തുള്ള മുളകളോ അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ മുളകളൊന്നും വെട്ടി നശിപ്പിക്കുന്നതല്ല. പിന്നെ ഒന്നുകൂടെ എടുത്തു പറയുന്നത്, എല്ലാവർക്കും ഇങ്ങനെ മുള വെട്ടുമ്പോൾ പറയും ഇത് നശിപ്പിക്കാൻ, ഒരിക്കലും നശിപ്പിക്കില്ല. പുതിയ മുളകൾ ഉണ്ടായി കിട്ടാനാണ് ഞങ്ങൾ ഇതുപോലെ ചെയ്യുന്നത്. അതൊക്കെ ചിലപ്പോൾ കമന്റ് വരും, നമ്മളിങ്ങനെ മുളകളൊക്കെ വെട്ടുന്നതുകൊണ്ട്. നമ്മൾ അതിന് വേണ്ടിയതാ ഇളം മുളകളൊക്കെ നിർത്തുന്നുണ്ട്. ഇങ്ങനെ നിർത്തി കൊടുത്ത് ക്ലീൻ ചെയ്താലേ മുളയുടെ കൂട്ടം നിൽക്കുള്ളൂ. മുളനെ പറ്റി അറിയുന്നവർക്ക് അറിയാം. അത് ഇടയ്ക്ക് വെട്ടിക്കൊടുത്താൽ മാത്രമേ
മുള ഇതുപോലെ പുതിയത് ഉണ്ടാവുള്ളൂ. മറ്റേത് കൂട്ടം അങ്ങനെ നിന്ന് നശിച്ചു പോവുക ചെയ്യല്. മുള വെട്ടി കൊടുക്കാതെ നമ്മൾ ഫോറസ്റ്റിലൊക്കെ കാണാൻ മുളക്കൂട്ടം ഇങ്ങനെ നിന്ന് കരിഞ്ഞു പോകുന്നൊക്കെ, അതൊക്കെ ഇങ്ങനെ വെട്ടാതെ നമ്മൾ കുറേ നിർത്തി കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ്. മുള വെട്ടിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല മൂപ്പുള്ള മുള കേട്ടോ. അപ്പൊ ഈ കൂട്ടം ഇവിടെ എങ്ങനെ ഉണ്ടല്ലേ, ഇവിടെ ലോക്കാവൽ കുറവ്, ഇവിടുന്ന് വെട്ടിയെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് തന്നെ മുളകൾ വെട്ടി മറിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അടുത്ത് വെട്ടുന്നുണ്ട്. കുറച്ച് മൂപ്പ് കുറവല്ല അപ്പേട്ടാ? അല്ല വെട്ടി മറിക്കുന്നല്ലേ, ഇത് തന്നെയല്ലേ നമ്മൾ ഷെയ്ഡ് ഒഴിവാക്കാനാണ് ഇങ്ങനത്തെ മുളകളൊക്കെ വെട്ടുന്നത്. ഇതൊക്കെ മൂപ്പ് കുറവാ. കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അത് അങ്ങോട്ട് കാണുന്ന ആ കൂട്ടങ്ങൾ തന്നെയാണ്, താഴേക്കുള്ളതാണ്. ഈ കൂട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ഇവിടുത്തെ ഒന്ന് തീർത്തിട്ട് അവിടുന്ന് കൊണ്ടുവരണമെങ്കിൽ ഇവിടുന്ന് ഒഴിവ് വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റി വരാണ്ട് കുറച്ച് നമ്മൾ ഈ മോൾ ഭാഗത്തോട്ട് കുറച്ച് മുളകൾ ഇനിയും എടുത്തു കൊണ്ടുവരണം. അപ്പൊ എന്റെ പണി ഇപ്പൊ അതാണ്, അതൊക്കെ എടുത്തു കൊണ്ടുവരണം. ഇവരിങ്ങനെ വെട്ടി ആഞ്ഞു പോവാണ്. അങ്ങനെ എല്ലാവരും കൂടെ സഹകരിച്ചാൽ നമുക്കിത് തീർക്കാറ്റുള്ളൂ. ഒരു എന്തായാലും നമുക്കൊരു 2 ദിവസം കൊണ്ട് ഇനിയിപ്പോൾ പൂർണ്ണമായിട്ട് ഇത് ഒക്കെ ക്ലീൻ ചെയ്ത് എത്തുള്ളൂ. ഓരോ വർഷവും ഇപ്പൊ നമ്മുടെ ഫാമിൽ ആവശ്യക്കാർ വന്നിട്ട് അധികം വാഴക്കുത്തിനാണ് പോകുന്നത്. ഒരു 10,000 രൂപയ്ക്ക് അടുത്തൊക്കെ മുള എല്ലാ വർഷവും വിൽക്കാറുണ്ട്. പിന്നെ നമ്മൾ അടുത്തുള്ളവരൊക്കെ ഈ ഷെഡുകൾ കാര്യങ്ങളൊക്കെ കെട്ടാനും, ഈ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് വറകുവരെയൊക്കെ കെട്ടേണ്ടി വരുമല്ലോ, അങ്ങനെയുള്ളവർ ചോദിച്ചാൽ നമ്മൾ വിൽക്കുന്നില്ല. അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ഇഷ്ടത്തിന് വെട്ടിയെടുക്കാൻ പറയലാണ്, അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, മുള നമുക്ക് വരുമാനം തരുന്നുണ്ട്. നമുക്ക് സ്ഥലം ഇടിയുന്നതിന് വളരെ ഉപകാരമാണ്, അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ തീർത്ത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് ഞങ്ങൾ പണിക്കൂലി കൊടുത്തന്നെ വെട്ടുക. മറ്റേത് അവർ തന്നെ വന്ന് വെട്ടണം കേട്ടോ. നമ്മൾ വിൽക്കുന്ന മുളകൾ നമ്മൾ വെട്ടി കൊടുക്കുന്നതല്ല, അവരാവശ്യത്തിന് അളവിനുള്ള അവർ വെട്ടിയിട്ട് നമുക്ക് മുളയുടെ എണ്ണം തന്നിട്ട് അതിന് പൈസ തരലാണ്. ഈ കഷ്ണങ്ങളൊക്കെ തലക്കഷ്ണം ഒഴിവാക്കിയതാണ്, നമ്മൾ അളവിന് മുറിച്ചതിന് ശേഷം ബാക്കി വരുന്ന കേട്ടോ. ഇത് ആരെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു കൊണ്ടുപോവാ. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല വിറകായിട്ട് ഉപയോഗിക്കുക. ഇത് നിങ്ങൾ മാറ്റിയിട്ടതാണ്. തലക്കഷ്ണം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ചെറിയ പന്തലൊക്കെ കെട്ടാനൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ ഇതിനെടുക്കുന്നുണ്ട് കേട്ടോ. ചെണ്ടുമല്ലിക്ക് നമ്മൾ മുട്ട് കൊടുക്കണം. ഇനിയിപ്പം ചെണ്ടുമല്ലിയൊക്കെ ചെരിഞ്ഞു ഇപ്പൊ പൂവായി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അതിന് മുട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇതിന് കുറച്ച് തലഭാഗം എടുത്തു പോകും. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ആവശ്യക്കാർക്ക് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ വന്നിട്ട് ഇത്ര വേണമെങ്കിലും ഇതൊക്കെ എടുത്തു പോവാം. പിന്നെ നിങ്ങൾ ഇതിന്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ, നമ്മള് കണ്ടില്ലേ, നമ്മള് പുഴയ്ക്ക് വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഫാം ടൂറിസം ചെയ്യാനുള്ള ഒരു പദ്ധതി. നമ്മൾ ഫാം കാണാൻ ഇഷ്ടം പോലെ ആളുകൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ചെറിയൊരു ഫാം ടൂറിസം കൂടെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഒന്ന് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നമ്മുടെ ഫാമിൽ കുറെ പണികൾ എടുക്കുന്നുണ്ട്. അത് ഓരോരോ പണികൾ നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലീനിങ്ങും കൂടെയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇതാണ്ടല്ലേ, നമ്മളെ കടവും കാര്യങ്ങളും ആളുകൾക്ക് മൊത്തത്തിൽ നമ്മുടെ ഫാം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എൻഡ് വരുന്നത് നമ്മൾ ഈ പുഴയുടെ സൈഡിലാണ്, ഇവിടെ നമ്മുടെ കടവിൽ. അപ്പൊ അതുവരെയൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാനുള്ള ചെറിയൊരു പ്ലാൻ കൂടെ ഉണ്ട്. നിങ്ങളോടൊന്നും ഇപ്പൊ പറഞ്ഞുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗം കൂടെ ആയിട്ടുള്ള ഒരു ക്ലീനിങ്ങും, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള മുളകളും വേണം, ബാക്കി ക്ലീനിങ്ങും വിൽപ്പനയ്ക്ക്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചാണ് ഈ മുളക്കൂട്ടങ്ങളൊക്കെ ഇതുപോലെ വെട്ടിയെടുക്കുന്നത്. നമ്മൾ വെട്ടിയെടുത്ത മുളകളൊക്കെ ഇതാ അളവിന് മുറിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്ത് അട്ടിയിരുന്നുണ്ട്. ഒക്കെ നല്ല മൂപ്പായ മുളകളാണ്. അപ്പൊ ഞങ്ങൾ ആവശ്യം കഴിഞ്ഞാലും ഇഷ്ടം പോലെ മുളകൾ പുറത്ത് കൊടുക്കാനും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ അടുത്തുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, ദൂരെ നിന്നും പറ്റില്ല, അടുത്തുള്ളവർക്കൊക്കെ മുള ആവശ്യമുള്ളവർ നല്ല കഷ്ണങ്ങളാട്ടോ, മൂപ്പായ കഷ്ണങ്ങളാണ്. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമായിട്ട് ബന്ധപ്പെട്ടാൽ മുളകൾ വിൽക്കാനുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ വീഡിയോയിൽ പറയാണ്. എന്താ ഞങ്ങൾ കൂടുതലായിട്ട് വെട്ടിയിട്ടുണ്ട്. 1, 2, 5 കൂട്ടത്തിൽ നിന്നാണ് നമ്മൾ മുള വെട്ടിയെടുക്കുന്നത്. അപ്പം അത്രയും മുളകൾ വെട്ടുന്നതുകൊണ്ട് ഇഷ്ടം പോലെ മുളകൾ നമ്മുടെ ഫാമിൽ കൊടുക്കാനുണ്ട്.